നല്ല റിഫ്രഷിംഗ് ആയിട്ട് 5 മിനിറ്റിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്ക്. നമ്മുടെ ഈ ചൂടിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ ക്ഷീണം അകറ്റാനും നല്ലൊരു ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടാനും നോമ്പ് തുറക്കുമ്പോൾ വയറിനൊട്ടും ഭാരമില്ലാതെ നമുക്ക് കുടിക്കാം. അതുപോലെ തന്നെ ഡീടോക്സ് ചെയ്യാനും സ്കിൻ ഗ്ലോയ്ക്കും സഹായിക്കുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബറാണ്. നമ്മുടെ ഇഷ്ടാനുസരണം കുക്കുംബർ എടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കുക്കുംബറിൽ 4 പേർക്കുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും. നമുക്കിപ്പോൾ എത്ര ഗ്ലാസ് ജ്യൂസാണ് വേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുക്കുംബറിൻ്റെ എണ്ണവും കൂട്ടാം. കുക്കുംബറിൽ 90% വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനൊരു ജ്യൂസൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നല്ലതാണ്. ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്യുന്നുണ്ട്. ഇത് സ്കിന്ന് പീൽ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാം, അതും കുറച്ചുകൂടെ നല്ലതാണ്. ഇതിൻ്റെ സ്കിന്ന് കൂടി ചേർത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊന്നും ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞാനിത് പീൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ പീസുകളാക്കിയതിന് ശേഷം മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചി നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ജ്യൂസിലൊന്നും ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ചേർക്കേണ്ടത് നമ്മുടെ പുതിനയിലയാണ്. ഞാനിവിടെ ഒരു പിടി പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. പുതിനയില നമ്മുടെ ബോഡിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് തരും. അതുപോലെ തന്നെ അസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം, അതുപോലെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയാലും വളരെ നല്ലതാണ് ഈ പുതിനയില ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റമിൻ സിയുടെ വലിയൊരു സോഴ്സായിട്ടുള്ള ഈ നാരങ്ങ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നാരങ്ങയുടെ ഗുണങ്ങളെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ലല്ലോ. ഇവയെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ഇത് മാറും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൊക്കെ ചേർത്താൽ മതിയാവും. മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്പം കൂടെ ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നവർക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സും ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ജ്യൂസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അരിക്കാതെയും കുടിക്കാം. ഞാനിപ്പോൾ ലൈറ്റായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. വെയിറ്റ് ലോസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാതെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് അരിച്ചു മാറ്റാതെ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ വയറ് പെട്ടെന്ന് ഫില്ലാവാനും നമ്മുടെ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഈ ഒരു ജ്യൂസ് നിങ്ങളുടെ റെഗുലർ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂണോളം ചിയ സീഡ്സ് കൂടി ഓരോ ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ബോഡി ഡീടോക്സ് ചെയ്യാനും സ്കിൻ ക്ലിയർ ചെയ്യാനും അതുപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ജ്യൂസ് തന്നെയാണ് ഇത്. ഈ ഒരു ഹെൽത്തി ജ്യൂസ് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.